വന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്, അതായത് അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് എങ്ങനെയാണ് എഴുതാൻ നോക്കിയാലോ. ഇതാണ് സംഭവം. നിങ്ങൾക്ക് ഒരു നമ്പർ തരും, ആ നമ്പറിനെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മൾ എഴുതണം, അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട്. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ 60 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, 2 ആക്കി മുറിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് 2 × 30 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 60 എന്ന് കിട്ടും. അപ്പൊ 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്, നമുക്ക് അവിടെ വെച്ച് നിർത്താം. റെഡി. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 30-നെ ഇതേപോലെ നമ്മൾ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെയും സ്പ്ലിറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 × 10 ആണ്, 30 ആണ്. അപ്പൊ ഇവിടെ 3 എന്ന് പറയുന്ന രണ്ടാമത്തെ അഭാജ്യ സംഖ്യ അവിടെ വെച്ച് നിർത്താം. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി 10 എന്ന് പറയുന്ന നമ്പറിനെ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം, 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ 5ഉം 2ഉം ആണ് വരുന്നത്, 2ഉം പ്രൈം നമ്പർ ആണ്, അവിടെ വെച്ച് നമുക്ക് നിർത്താം. അതായത് 60 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം, 60 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ എങ്ങനെ എഴുതാം നോക്കിയേ, 2 × 3 × 5 × 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 60 എന്ന് പറയുന്നത് 2 × 3 × 5 × 2 എന്ന് പറയുന്ന ഇവർ മാത്രമാണ്. ഈ പറയുന്ന ആൾക്കാരെ മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 60 എന്ന് കിട്ടും. 60-നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ഏതൊരു നമ്പറും ഇതേപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് നമ്പർ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.